എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ. ആത്മീയ സമരം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുകയും സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചേർത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ വടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. ദൈവമേ മഹത്വം, കർത്താവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, പിതാവേ ആരാധന, റൂഹായെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഞാൻ ഏറ്റു പറഞ്ഞു തരുന്ന ഈ വചനങ്ങളെ നമുക്കൊന്ന് ഏറ്റു പറയാം. നാളെ നമ്മുടെ ദിവികാരുണ്യ മിഷണറി സഭയുടെ സ്ഥാപക പിതാവായ പറയടത്തച്ഛന്റെ 43-ാമത്തെ മരിച്ച ദിവസമാണ്. ആ പിതാവ് എഴുതിയ സൂക്തം നമുക്ക് നേരിട്ട് പറയാം. ജീവിതകാലം മുഴുവൻ നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ നല്ല മക്കളായിരിക്കുക. ഇതാണ് പറയടത്തച്ഛൻ നമുക്ക് തന്നിട്ട് പോയ വലിയ സമ്മാനം. ഒന്നുകൂടെ പറയാം. ജീവിതകാലം മുഴുവൻ നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ നല്ല മക്കളായിരിക്കും. ആലക്കുളത്തിലച്ഛൻ മാത്യു ആലക്കുളത്തിലച്ഛൻ ഇപ്രകാരം പറഞ്ഞു. നമ്മളത് ഇവിടെ ഏറ്റു ചൊല്ലാറുണ്ട് പലപ്പോഴും. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ എന്റെ ഭാഗ്യമേ. ഇത് വലിയ ബഹുമാനപ്പെട്ട ആലക്കുളത്തിലച്ഛൻ മാത്യു ആലക്കുളത്തിലച്ഛൻ നമുക്ക് തന്നിരിക്കുന്ന സമ്മാനമാണ്. ഇത് നമ്മുടെ ഇവിടെ ഉരുവിടാറുണ്ട്. വളരെ മനോഹരമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സുഹൃത ജപം നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളിവിടെ ചെല്ലുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്നവർക്ക് എല്ലാം അറിയാം. നമ്മുടെ ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ പിതാക്കന്മാർ, ഫൗണ്ടർ ഫാദേഴ്സ് നമുക്ക് തന്നിട്ട് പോയ വലിയ സമ്മാനമാണ്. ആ ഗാനം നമ്മുടെ മോലപ്പറമ്പിൽ അച്ഛൻ നമുക്ക് പാടിത്തന്ന ആ പാട്ട് കൂടെ നമുക്കത് ഏറ്റുപാടാം. ആഴിയിൽ എത്ര കോടി ജലഗണങ്ങളുണ്ടോ, ഊഴിയിൽ എത്ര കോടി മണൽത്തരികളുണ്ടോ, വാനിടത്തിൽ എത്ര കോടി നക്ഷത്രങ്ങളുണ്ടോ, അത്രത്തോളം അനവരതം സ്തുതി സ്തോത്രങ്ങൾ. എത്രത്തോളമാണ് സ്തുതിഗീതങ്ങൾ? അനവരതം. അതായത് എണ്ണമില്ല, അസംഖ്യമായിട്ട് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന ഒരു ഗാനമാണ്. മനോഹരമായിട്ട് നമുക്ക് എഴുതി തന്നിരിക്കും. ഒന്നുകൂടെ പാടാം. ആഴിയിൽ എത്ര കോടി ജലഗണങ്ങളുണ്ടോ, ഊഴിയിൽ എത്ര കോടി മണൽത്തരികളുണ്ടോ, വാനിടത്തിൽ എത്ര കോടി താരകങ്ങളുണ്ടോ, അത്രത്തോളം അനവരതം സ്തുതി സ്തോത്രങ്ങൾ. നമുക്കിരിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ സന്തോഷം, കർത്താവിന്റെ വചനം പറയാണ്, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിക്കും. ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട അബ്രഹാം അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മൾ ശക്തി സ്വീകരിക്കണം. ദിവ്യകാരുണ്യ ആരാധന അർപ്പിക്കുന്ന നമ്മള് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഒരു ദിവ്യകാരുണ്യമായി, പരമദിവ്യകാരുണ്യത്തിൽ നിന്നും ഒരു ദിവ്യകാരുണ്യമായി നമ്മളും മാറപ്പെടേണ്ടതുണ്ട്. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നമ്മൾക്കിപ്പോൾ നമുക്ക് നമ്മുടെ കർത്താവ് എത്രത്തോളം താഴ്ന്നിറങ്ങി വന്നവനാണ്. ഒരു പുതിയ ആശയം കൂടി എനിക്ക് കിട്ടി. ആഗോള സ്നേഹമായിട്ട് അവിടുന്ന് ഈ അപ്പത്തിന്റെ വട്ടരൂപത്തിലിരിക്കുക. ആഗോള സ്നേഹം. ഈ വട്ടത്തിന്റെ രൂപം അച്ഛൻ പറയുകയായിരുന്നു. ആഗോള സ്നേഹത്തിന്റെ രൂപം ധരിച്ചിരിക്കുക. കാരണം നമ്മുടെ ദൈവം സ്നേഹമാണ്.
നമ്മൾ സ്നേഹം കൊടുക്കുന്നവരാകുവാനാണ് ആഹ്വാനം ചിന്തിക്കുക. സ്നേഹം കൈപ്പറ്റുന്നതിനേക്കാൾ നമ്മൾ കൊടുക്കുന്നവരായിട്ട് മാറുക. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നവരാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് മുറിവുകളുണ്ടാകുന്നു. നമ്മൾ കരുണ ചൊരിയേണ്ടിയവരാണ്. നമ്മളോട് കാരുണ്യം എപ്രകാരം മറ്റുള്ളവർ കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അപ്രകാരം അതിലുപരിയായിട്ട് കരുണ കൊടുക്കുമ്പോഴാണ് നമുക്ക് കരുണ ലഭിക്കുക. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കൾ എന്നറിയപ്പെടും. കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാൻ സാധിക്കാതെ പോവുക? കാരണം നമ്മൾ കിട്ടണം, ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചത്. 37-ാം സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. കർത്താവിൽ നിങ്ങൾ ആനന്ദിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചിടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആദ്യം കർത്താവിൽ നിങ്ങളെ ആനന്ദിക്കുന്നവരായിട്ട് മാറണം. വിഷാദഗ്രസ്തനായിട്ടിരിക്കുന്നവർക്കല്ല, ദുഃഖിതരായിട്ടിരിക്കുന്നവർക്കല്ല. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അപ്പോൾ ദുഃഖം എന്ന അവസ്ഥ നമ്മളിൽ നിന്ന് മാറ്റപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സാത്താൻ നമ്മളിൽ നിന്നും സന്തോഷം കവർന്നെടുത്തിരിക്കുക. ഈ ദുഃഖം സന്തോഷമായിട്ട് മാറപ്പെടുമ്പോഴാണ്, ഇത് എപ്പോഴാണ് നമുക്ക് സാധിക്കുക? കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് സ്നേഹം, സമാധാനം, സന്തോഷമൊക്കെ. ഈ സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവ് തരുന്ന ആ സന്തോഷം നമുക്ക് ഇല്ലാതെ പോകുന്നതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേക നിറവ് നമുക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുക? ദുഃഖത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സന്തോഷം. അപ്പൊ ഈ ദുഃഖം തരുന്നത് ആരാണ്? തിന്മയുടെ ശക്തി നമ്മളിൽ കുടികൊള്ളുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാതെ തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. യഥാർത്ഥ സത്യം പൗലോസ് അപ്പോസ്തലന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. നമുക്ക് സഹോദരങ്ങളെ, ഈ രാത്രിയിൽ എന്തുകൊണ്ട് അനേകം ഭാരങ്ങളുമായിട്ട് നമ്മൾ വന്നവരാണ്. ഞാൻ ഈ അടുത്ത നാളിലെ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചു. വീട്ടിലെ മൂത്ത സഹോദരനാണ്. അദ്ദേഹത്തിന് ഒരു 60 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ, ഈ മൂത്ത വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു ഭവനം. ഈ മൂത്ത സഹോദരൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്റെ ഇളയ മകനെ, അപ്പൻ മരിച്ചപ്പോൾ പറഞ്ഞു, നീ അവനെ നോക്കിക്കൊള്ളണം. ഇളയ മകന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അവനെ പഠിപ്പിച്ച് MBA ഒക്കെ പഠിപ്പിച്ചു വിട്ടു. അവന് വെളിയിൽ ഒരു രാജ്യത്ത് ദുബായിൽ ജോലി കിട്ടി. ഈ പഠിപ്പിച്ചു വിട്ട ഈ മൂത്ത ജ്യേഷ്ഠന്റെ മകനെ, സ്വന്തം മകനെ പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ല. വേറൊരു പ്ലംബറായിട്ട് പോയി അവൻ ട്രെയിനിങ് കിട്ടി. ITC പോയി പ്ലംബറായിട്ടുള്ള ട്രെയിനിങ് എടുത്തുകൊണ്ട് ഒരു പ്ലംബറായിട്ട് ഒരു ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഈ പഠിപ്പിച്ചു വിട്ട അനിയനോട് പറഞ്ഞു, നീ കൂടി അവനെ ഒന്ന് കൊണ്ടുപോയി സഹായിക്കും. അപ്പോൾ ഈ വലിയ ഉദ്യോഗം ലഭിച്ചിരിക്കുന്ന ഈ മകനെ ഒരു പ്ലംബർ ജോലിയിൽ കൊടുക്കേണ്ട എന്റെ ചേട്ടന്റെ മകനെ കൊണ്ടുവരാനായിട്ടൊരു ഉള്ളിലൊരു എന്താ പറയുക, ഒരു അഭിമാനക്ഷതം. അങ്ങനെ ഈ മകൻ എങ്ങനെ ശ്രദ്ധിച്ച, ഈ സ്വന്തം അനിയൻ കൊണ്ടുപോകാതെ വന്നപ്പോൾ, അപ്പാപ്പൻ കൊണ്ടുപോകാതെ വന്നപ്പോൾ ഈ മകൻ ഏജന്റ് വഴി വെളിയിലേക്ക് പോവുക. വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവന് പ്ലംബറുടെ ജോലി കിട്ടി. ഒരു സമയത്ത് നമ്മുടെ മലയാളി സമാജങ്ങൾ അവിടെ ഈ ഓണാഘോഷങ്ങൾ നടത്തിയപ്പോൾ എല്ലാ മലയാളികളും ഒത്തുകൂടുന്ന സന്ദർഭത്തിൽ ഈ ചേട്ടന്റെ മകൻ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ അപ്പാപ്പൻ ഒഴിഞ്ഞു മാറി. ആരോ ചോദിച്ച്, നിങ്ങളുടെ ചേട്ടന്റെ മകനല്ല ഇത്? ഇല്ല, എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. സഹോദര, ഈ സംഭവം ഇത് കേട്ട വ്യക്തി, ഈ മകൻ ഇത് കേട്ടു. ഈ മകൻ ഇത് കേട്ടിട്ട് തന്റെ അപ്പൻ ദുഃഖിതനായുമല്ലോ, തന്റെ അപ്പൻ വിഷമിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്റെ അപ്പാപ്പൻ പറഞ്ഞ സംഭവം അപ്പനോട് പറഞ്ഞില്ല. അതേസമയം വേറെ ഒരു അയൽപ്പക്കക്കാരൻ വഴി ഇത് ഈ ചേട്ടൻ അറിയാനിടയായി. ആ ചേട്ടനുണ്ടായ ദുഃഖം പങ്കുവെക്കുകയുണ്ടായി. ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് വേദനിച്ചുകൊണ്ട് എൻ്റെ അനിയനെ പഠിപ്പിച്ചു വിട്ടതാണ്. എന്നാൽ നോക്കുക, എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, എൻ്റെ മകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ ഒരു അകന്ന ബന്ധുവാണെന്ന് ഈ മിടുക്കനായ ഈ നല്ല നിലയിലേക്ക് വന്ന ഈ അനിയൻ പറഞ്ഞപ്പോൾ ഈ ജ്യേഷ്ഠനുണ്ടായ ഹൃദയത്തിനുണ്ടായ വലിയ ദുഃഖം ഇതിങ്ങനെ പേർക്കൊണ്ട് നടക്കുക ഈ മകൻ. ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ആന്തരിക സൗഖ്യം ഈ മകന് ലഭിക്കേണ്ടിയിരിക്കുന്നു. ദിവ്യകാരുണ്യവും പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് തടസ്സം തന്റെ അനിയൻ വഴി ഉണ്ടായ ആ ദുഃഖം. എന്നാൽ അദ്ദേഹത്തിന്റെ മകന് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പനെ അറിയിച്ചില്ലല്ലോ. അപ്പന്റെ ഉള്ളിൽ, ഈ ജ്യേഷ്ഠന്റെ ഉള്ളിൽ ഈ ദുഃഖം കയറി കിടക്കുകയാണ്. ഇതുപോലെ സഹോദരങ്ങളെ അനേകം പേര്. അടുത്ത ദിവസം വേറൊരു അമ്മച്ചിയോട് സംസാരിക്കുവാനിടയായപ്പോൾ അവർ പറഞ്ഞു,
അവരെ വളരെയധികം താലോലിച്ച് വളർത്തിയ തന്റെ സഹോദരൻ അവരെ തള്ളിപ്പറഞ്ഞിരിക്കുക. ഒരുപാട് നന്മകൾ ഈ സഹോദരിയിൽ നിന്ന് സൃഷ്ടിതാണ്. എന്നാൽ ഈ സഹോദരിയെ തള്ളിപ്പറയാൻ നിന്ദിക്കുക, അവരുടെ ഹൃദയത്തിലുള്ള ദുഃഖം, ഇങ്ങനെ അനേകർ ദുഃഖവുമായിട്ടിരിക്കുക. തിരസ്കരണത്തിന്റെ ദുഃഖമുണ്ട്, ഉപകാരം ചെയ്തിട്ട് നിന്ദനം കിട്ടുന്നവരുണ്ട്, തിരിച്ചു നന്മ പ്രതീക്ഷിച്ചിട്ട് ലഭിക്കാതെ തിരസ്കരണം കിട്ടുന്നവരുണ്ട്, നന്ദികേട് കാണിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മളോട് തിരുവചനം പഠിപ്പിക്കുകയാണ്, എവിടുന്നാണ് നമുക്ക് നന്മ ലഭിക്കുക? തിരുവചനത്തിൽ ഈ പ്രകാരം പഠിപ്പിക്കുകയാണ്, ഉപയോഗശൂന്യമായവ മനുഷ്യന്റെ ചിന്തയിൽ ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കുന്നു. ഇതുപോലെ മുറിപ്പെടുത്തുന്ന ചിന്തകൾ മനുഷ്യൻ താലോലിക്കുകയാണ്. അതുമൂലം എന്ത് സംഭവിക്കുന്നു? അവന് ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കാതെ, അവന് ലഭിക്കേണ്ട സന്തോഷം ലഭിക്കാതെ കൊണ്ട് പോവുകയാണ്. എത്ര കുമ്പസാരം നടത്തിയിട്ടും ഈ വെറുപ്പ് കൊണ്ട്, ഈ ഉള്ളിൽ ഈ ദുഃഖം കിടക്കുന്നത് കൊണ്ട് ആനന്ദിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മളോട് കർത്താവ് പറഞ്ഞ വചനം എന്താണ്? കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നമുക്ക് കർത്താവിൽ ആനന്ദിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പോരായ്മകളെ കുറിച്ചും നഷ്ടങ്ങളെ കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരിക്കലും സാധിക്കും. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, വചനത്തിലൂടെ നമുക്ക് തരുന്ന കൽപ്പനയാണ്, നിങ്ങൾ സന്തോഷിക്കുക. നമുക്ക് പലർക്കും ഇത് സാധ്യമാകുന്നില്ല. ഇത് തന്നെ സാത്താൻ മുതലെടുക്കുകയാണ്. നിർവചനം നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ വായിച്ചു കേട്ട നിർവചനം നമ്മൾ കേൾക്കുകയാണ്, അവസാനമായി കർത്താവിന്റെ ശക്തിയിലും അവന്റെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനമായി അവന്റെ ശക്തിയിലും അവന്റെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. കർത്താവിന്റെ ശക്തി എവിടുന്നാണ് നമുക്ക് കർത്താവിന്റെ ശക്തി ലഭിക്കുക? ഇന്ന് മുമ്പേ സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, എവിടുന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? പരിശുദ്ധ കുർബാനയിൽ നിന്ന്, അഥവാ ദിവ്യ കാരുണ്യത്തിൽ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി, നമുക്ക് ഒന്നുകൂടെ ഏറ്റു പറയാം. ഈ വത്തിക്കാൻ കൗൺസിലിന്റെ ആരാധന കർമ്മത്തെ കുറിച്ചുള്ള ഡിഗ്രിയിൽ ഇപ്രകാരം 10ാം ഖണ്ഡികയിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കാൻ മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഏറ്റു പറയാം. സഭയുടെ ശക്തി മുഴുവൻ നിർഗളിക്കുക ആരാധനാ ക്രമത്തിൽ നിന്ന്, വിശിഷ്യ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് പഠിപ്പിക്കുകയാണ്. കാരണം കർത്താവ് വന്നത് ഈ ദിവ്യകാരുണ്യമായിട്ട് മാറുവാൻ വേണ്ടിയാണ്. ഈ ദിവ്യകാരുണ്യമാണ്, ഈ പരമകാരുണ്യമാണ് നമുക്കും തരുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ സാധിക്കുക. നമ്മളോട് കരുണ കാണിക്കുന്നവർക്ക് മടക്കി കൊടുക്കുന്നതല്ല കരുണ, അർഹതപ്പെടാത്തവന് കൊടുക്കുന്ന സ്നേഹമാണ് കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ധിക്കരിക്കുന്നവന്, എനിക്കെതിരെ ഞാൻ ഉപകാരം ചെയ്തിട്ടും എന്നെ അവജ്ഞയോടെ കാണുന്നവന്, എന്നെ ശത്രുവായിട്ട് കാണുന്നവന്, എന്നെ നിന്ദിക്കുന്നവന്, അവനോട് കരുണ കാണിക്കുന്നതാണ് കർത്താവിന്റെ മുമ്പിലെ കരുണ. ഹല്ലേലൂയ. എന്നോട് കരുണ കാണിച്ചവനോട് തിരിച്ചു കരുണ കാണിക്കുന്നതല്ല, എന്നെ വേദനിപ്പിച്ചവന് തിരിച്ചു കൊടുക്കുന്നതാണ്. അതാണ് കർത്താവ് ചെയ്തത്. നമ്മൾ ഭാവികളായിരുന്നിട്ടും കർത്താവ് നമ്മൾക്ക് വേണ്ടി ആരെങ്കിലും തയ്യാറാകുമോ? തിരുവചനം ചോദിക്കുകയാണ്. ഒരു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക അസാധ്യമാണ്. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ആരെങ്കിലും നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം തന്നെയായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഞാൻ ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഓർത്തു പോവുകയാണ്, നമ്മളെ സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കാത്ത അവസ്ഥ. പലപ്പോഴും നമ്മൾ താലോലിക്കുകയാണ്, കഷ്ടതയുടെ കാര്യങ്ങളാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവചനം ഇപ്രകാരം പറയാണ്, വിലാപത്തിന്റെ പുസ്തകത്തിൽ എന്റെ കഷ്ടതയുടെയും ഏറ്റു പറയാ, എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മനം തകരുക? കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ സൂക്ഷിച്ചു വെക്കുക. ഏത് ഓർമ്മയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? നന്മയുടെ ഓർമ്മകളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാണ്, മോശയുടെ ഒരു കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിയമാവർത്തന പുസ്തകത്തിൽ, കർത്താവ് തിന്മ അറിയാത്തവനാണ്. ആരാണ് തിന്മ അറിയുന്നവൻ? സാത്താൻ, തിന്മയുടെ ശക്തി അല്ലേ? കർത്താവല്ല, കർത്താവ് തിന്മ അറിയാത്തവനാണ്. കോർന്തിയോസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 29-ാം വചനത്തിൽ പ്രകാരം പറയുകയാണ്, നമ്മളെ അവൻ നീതീകരിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം പാപമറിയാത്ത തന്റെ പുത്രനെ പാപമാക്കി മാറ്റി. യേശു ക്രിസ്തു പാപം ഏറ്റെടുത്ത് പാപിയായില്ല. അവന് നമ്മുടെ ഭാവികളായ നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് അവനെ പിതാവായ ദൈവം പാപമാക്കി മാറ്റി. എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ പാപം ഏറ്റെടുത്ത് എന്തിനു വേണ്ടിയായിരുന്നു? പാപം മൂലം നമുക്ക് ലഭിക്കാതെ പോകുന്ന നഷ്ടം, സന്തോഷം, ആ സമാധാനമൊക്കെ അവൻ എടുത്തു മാറ്റുക ചെയ്തത്. ഹല്ലേലൂയ. നമ്മൾ ഇനിയും എന്താണ് ചെയ്യേണ്ടത്? തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്,
തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സങ്കീർത്തനം 145 പഠിപ്പിക്കുകയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്. ഏറ്റു പറയാം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്. ഇനി എങ്ങനെ വിളിച്ചപേക്ഷിക്കണമെന്നാണ് പറയാ? ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആർക്കാണ് കർത്താവ് സമീപസ്ഥൻ? വേറൊരിടത്ത് പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇവിടെ പറയാണ് തന്നെ പരമാർത്ഥതയോടെ, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഏതായിരിക്കും ശരി? ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, അതായത് സത്യത്തിലും ആത്മാവിലും കൊടുത്ത് ആരാധിക്കുമ്പോൾ വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ, പാപത്തിന്റെ ലേശം പോലും ഇല്ലാതെ കണ്ട് നമ്മളെ അവിടുത്തെ ആരാധിക്കുവാനാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ, യേശുവേ നന്ദി. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. എത്ര കിടന്ന് കരഞ്ഞാലും, എത്ര കിടന്ന് ബഹളം വെച്ചാലും തിരുവചനം പറയുകയാണ് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു. ആരാണ് ദൈവത്തിന്റെ ഭക്തൻ? നമ്മൾ മുമ്പേ കേട്ടു, സ്നേഹത്തിൽ പരിപൂർണതയിലേക്ക് വരിക, കാരുണ്യമുള്ളവനായിട്ട് മാറുക, പരസ്പരം പങ്കുവയ്ക്കുന്നവനായിട്ട് മാറുക, ശൂന്യവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരിക. കാരണം താഴ്മയോടെ അവൻ നമുക്ക് വേണ്ടി ദൈവമായിരുന്നിട്ടും അവൻ ദൈവത്തോടുള്ള സമാനത ഉപേക്ഷിച്ച് താഴേക്ക് ഇറങ്ങി വന്നവനാണ്. ഈ ആഗോള സ്നേഹമായ ഈ ദിവ്യകാരുണ്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന കർത്താവ്, സർവശക്തനായ കർത്താവ്, ഈ കർത്താവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, വെറും സിനിമാശാലയിൽ ഇരിക്കുന്ന പോലെ അല്ല നമ്മൾ എവിടെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? എവിടെ? നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നത്. കാരണം സ്വർഗവും ഭൂമിയും ഒന്നാക്കുന്നതാണ് ദിവ്യകാരുണ്യം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇത് സ്വർഗമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ സ്വർഗത്തിന്റെ ആ സന്തോഷം അനുഭവിക്കാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുക. ഈ വേറൊരുവൻ വരുവാനില്ല. അതുകൊണ്ടാണ് അവസാനമായി കർത്താവിന്റെ ശക്തിയിലും അവന്റെ ശക്തിയുടെ ഭാവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. ഇനി വേറെ നമുക്ക് കരുത്ത് തരുവാനായിട്ട് വേറെ ആരുമില്ല. ഹല്ലേലൂയ. നമുക്ക് ശക്തി തരുവാനായിട്ട്, നമുക്ക് സന്തോഷം തരുവാനായിട്ട് ഇനി വേറെ ആരും വരാനില്ല. കാരണം പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴിയും വിവിധ രീതികളിലും ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ ഏകപുത്രൻ വഴി നമ്മളോട് സംസാരിക്കുന്നു. ഈ ഏകപുത്രൻ ദൈവമായിട്ടുള്ള ഈ ഏകപുത്രനായ യേശുക്രിസ്തു വന്നപ്പോൾ എല്ലാം നമുക്ക് തന്നിരിക്കുക. ഇത് നമ്മൾ ഇപ്പോഴും സ്വന്തമാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുക സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. നിർവചനം എന്ന് പറയണ തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-ാം വചനം പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കുന്നു. നമുക്ക് മുഴുവൻ കാണാൻ സാധിക്കും. ആദിയിലുള്ളവനാണ് യേശുക്രിസ്തു, വചനമായ ദൈവം. ആദിയിലുള്ള ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും സ്പർശിച്ചറിഞ്ഞതുമായ വചനത്തെക്കുറിച്ച് ഞങ്ങൾ അറിയിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് ആദിയിലുള്ളവനാണ്, ആദിയും അന്ത്യവുമായവനാണ്, ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായവനാണ് യേശുക്രിസ്തു. നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്, സാത്താന്റെ തലയെ തകർത്തവനാണ്. ഈ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കി യേശുക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കുമ്പോഴാണ്. നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? ആത്മശോധന ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലായി നമ്മൾ ഇപ്പോഴും സ്വന്തമാക്കിയിട്ടില്ല. കാരണം നമുക്കുണ്ടാകേണ്ട ഫലം, ആനന്ദവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ ഇപ്പോഴും അനുഭവിക്കാത്ത അവസ്ഥയാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമ്മളെ അഭിഷേക നിറവ് പ്രാപിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഈ അടുത്ത ദിവസം നമ്മുടെ സമർപ്പിതർക്ക് വേണ്ടിയുള്ള ശനിയാഴ്ച ഒരു സന്ദേശം ഞാൻ കേൾക്കുകയുണ്ടായി. നമ്മുടെ മുഖത്താണ് മറ്റുള്ളവർ നോക്കുക. എങ്ങനെ ഇവിടെ ക്രൈസ്തവർ വളരും? 2.5% നിന്ന് കുറഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് 1% വളരാറുണ്ടോ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സന്തോഷിക്കുവാൻ പറയുന്ന ക്രിസ്തുവിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ മറ്റുള്ളവരും നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. നമ്മൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്നു. കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കാനല്ല, നമ്മളെ ഈ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറയുമ്പോൾ ഇപ്രകാരം പറയുകയാണ്, ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് കർത്താവ് സമീപസ്ഥനാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുവാൻ പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാം വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. മരണസമയത്ത് ധന്യമാകുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോൾ മുതൽ നിന്റെ അവസാനം വരെയും
നീ ധന്യനായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശോധനകളും പരീക്ഷണങ്ങളും സംഭവിക്കുകയില്ലെന്നല്ല, പ്രതിസന്ധികൾ ഉണ്ടാകുകയില്ല എന്നല്ല, നമുക്ക് ആവശ്യങ്ങൾ ഇല്ലാതെ വരുമെന്നല്ല തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഈ വേളകളിലെല്ലാം അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുവാൻ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ നന്ദി, യേശുവേ നന്ദി. ഇനി നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകൾ നമുക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. 73-ാം സങ്കീർത്തനം 21-ാം വചനം ഇപ്രകാരം പഠിപ്പിക്കണം. ഒന്നേറ്റ് പറയാം. എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അതിന്റെ അർത്ഥം നമ്മളെ അജ്ഞത മൂലമാണ്. വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതെന്ന് തിരുവചനം നമ്മളോട് ചോദിക്കുമ്പോൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ അപ്പോൾ അജ്ഞനും മൂഢനുമായിരുന്നു. എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ എന്റെ മനസ്സിനാണ് മുറിവുണ്ടായത്. ഞാൻ അനുഭവിക്കേണ്ട സന്തോഷം അനുഭവിച്ചാൽ മാത്രമല്ല നമുക്ക് പകരം കൊടുക്കാൻ പറ്റുള്ളൂ. തിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. എപ്പോഴാണ് ആത്മാവിന്റെ അഭിഷേകം നിറവെനിക്കുണ്ടാകുന്നത്? എന്റെ പാനപാത്രം എപ്പോഴാണ് കവിഞ്ഞൊഴുകുക? സങ്കീർത്തനം 23 പറയട്ടെ, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. നമ്മളിൽ ആ കവിഞ്ഞൊഴുക്കൽ ഉണ്ടായിട്ടുണ്ടോ? ആത്മാവിന്റെ നിറവഭിഷേകം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് കവിഞ്ഞൊഴുക മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ എനിക്ക് തന്നെ ഞാൻ തൃപ്തനായിട്ടില്ലെങ്കിൽ എനിക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് തൃപ്തനാക്കാൻ സാധിക്കും? നോക്കുക, നമ്മുടെ കർത്താവ് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുക. വലിയൊരു പുരുഷാരം വന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുക, ഇവർക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ കൈവശം എന്തുണ്ട്? ശിഷ്യന്മാർ കണക്ക് കൂട്ടിട്ട് പറയാ, ഞങ്ങളുടെ 200 ദിനാറ കൊണ്ട് മേടിച്ചാൽ പോലും തികയത്തില്ല. എന്നാൽ നിങ്ങളുടെ കൈവശം എന്തുണ്ട്? അവര് കണ്ടുപിടിച്ചു. അമ്മ കൊടുത്തയച്ചൊരു 5 അപ്പവും 2 മീനും കൈവശം ഉണ്ടായിരുന്ന ഒരു പയ്യനെ കണ്ടു. അവനത് കൊടുക്കാതിരുന്നാലോ എന്ത് സംഭവിക്കുമായിരുന്നു? കർത്താവ് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നുവെന്ന് തിരുവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഉള്ളത് മേടിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുക കൂടുതലായിട്ട്. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച നന്മകൾ എണ്ണി കർത്താവിന്റെ മുമ്പിൽ, കർത്താവ് ഇത് അങ്ങ് ചെയ്ത നന്മകളാണ്, എന്റെ ജീവിതത്തിൽ അങ്ങ് തന്ന നന്മകളാണെന്ന് എണ്ണി പറഞ്ഞ് അവിടുത്തെ സ്തുതിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഇന്നാൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. നിയമാവർത്തനം 28:47 പഠിപ്പിക്കുക. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. നമുക്ക് ലഭിച്ച ഓരോ നന്മകളും എണ്ണി പറഞ്ഞ് നന്ദി പറയേണ്ടവരാണ് നമ്മൾ. ഇല്ലായ്മയെ ചൊല്ലി, കഷ്ടതയെ ചൊല്ലി, അലച്ചിലുകളെ മാത്രം എണ്ണി പറഞ്ഞുകൊണ്ടിരുന്നാല് നമ്മുടെ മനസ്സ് കയ്പ് നിറഞ്ഞതായിട്ട് മാറുകയാണ് സഹോദരങ്ങളെ. ദൈവം തരുന്ന സന്തോഷം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കത്തില്ല. ഇതുകൊണ്ട് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ വളരാത്തത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്, എനിക്കെന്ത് പീഡനം ഉണ്ടായാലും കർത്താവിന്റെ തിരുവചനം പറയാം, എന്ത് നമുക്ക് സഹിക്കേണ്ടി വന്നാൽ സഹനത്തിലൂടെ അല്ലാതെ കണ്ട് നമുക്ക് നേടാൻ സാധിക്കത്തില്ല. ക്രിസ്തുവിൽ വളരുവാനും അവനെ പ്രഘോഷിക്കുവാനും സഹനത്തിലൂടെ അല്ലാതെ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് തിരുവചനം നമ്മൾ വായിച്ചു കേട്ട തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുക. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. കർത്താവിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. തിരുവചനം സങ്കീർത്തനം 84 പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയേ, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവിൽ ശക്തി കണ്ടെത്തിയവർക്കാണ്, അവരാണ് ഭാഗ്യവാന്മാർ. തിരുവചനം വീണ്ടും പറയാണ്, അവർ ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ നീരുറവകളുടെ താഴ്വരകളാക്കി മാറ്റുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ബാക്ക താഴ്വര എന്താണ്? ഈ ഉപ്പുകടലിന്റെ അടുത്തുള്ള ഉപ്പ് കയറി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഫലപുഷ്ടമല്ലാത്ത പ്രദേശം, കൃഷിയോഗ്യമല്ലാത്ത ഒരു പ്രദേശം. എന്നാൽ മഴയൊക്കെ പെയ്ത് മഞ്ഞുരുകി അവിടേക്ക് കടന്നു കഴിയുമ്പോൾ ഈ അശുദ്ധമായ ഉപ്പിലെ എല്ലാം മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് കൃഷിയോഗ്യമായിട്ട് മാറും. സഹോദരങ്ങളെ, ഇതുപോലെയാണ് നിർഗുണരായിട്ടുള്ള, നമ്മൾ പറയാലേ, ഒന്നിനും കൊള്ളുവരാത്തവൻ, തിന്മയിൽ ജീവിക്കുന്നവൻ. എന്നാൽ അവനിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നീരുറവുകളുടെ താഴ്വരയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവമേ മഹത്വം. സഹോദരങ്ങളെ, ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ ആർക്കാണ് നഷ്ടം വരിക? നമ്മളെ ദ്രോഹിച്ചവരോട് നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ ആർക്കാണ് നഷ്ടം? ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ തടസ്സം സൃഷ്ടിച്ചു വെച്ചിരിക്കുക, വേറെ ആരുമല്ല. വേദനിപ്പിച്ച വ്യക്തിയോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ കർത്താവ് പഠിപ്പിക്കുകയാണ്. നിന്നെ വേദനിപ്പിച്ചവനോടും നീ ഹൃദയപൂർവ്വം ക്ഷമിക്കണം, അവനുമായിട്ട് രമ്യതപ്പെടണം. പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഇപ്രകാരം: അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമോട് ഈ യാഗം. കണ്ടോ? ഈ യാഗം അർപ്പിക്കണമെങ്കിൽ
ഒരു പുതിയ പീഠമായിട്ട് നമ്മൾ മാറണം. നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ട് മാറണം. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യന്മാർ, അവർക്ക് മാത്രമേ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കത്തുള്ളൂ. ഹൃദയശുദ്ധി കൂടാതെ ആർക്കും സാധിക്കത്തില്ല സഹോദരങ്ങളെ. പരിപൂർണമായിട്ട് എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിച്ച ഒരു ഹൃദയത്തിന്റെ ഉടമയായിട്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുക. നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പൊറുതി മേടിച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ബലിയർപ്പണം. അത് വളരെ എഴുതി വെച്ചിരിക്കുക, ആരംഭത്തിൽ എഴുതി വെച്ചിരിക്കുക. അനുരഞ്ജിതരായി തീർന്നുള്ള ദൈവത്തോടും നമ്മളെ വേദനിപ്പിച്ചവരുടെ സഹജീവികളോടും എല്ലാം അനുരഞ്ജിതരായി തീർന്നിട്ട് മാത്രം വേണം ഈ ബലി അർപ്പിക്കുവാൻ. അപ്പോഴാണ് കർത്താവ് തരുന്ന ആ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക സഹോദരങ്ങളെ. എത്ര ബലി അർപ്പിച്ചാലും, ദിവസവും ബലി അർപ്പിച്ചാലും ക്ഷമിക്കാത്ത ഹൃദയവുമായിട്ട് പോയി സ്വീകരിച്ചിട്ട് ഒരു കാര്യമില്ല. നീ രോഗിയായിട്ട് മാറും. നീ കൂടുതൽ അതൊന്നല്ല, കർത്താവിന്റെ കുഴപ്പമുണ്ടല്ല. കർത്താവിൽ നീ യഥാർത്ഥമായ ശക്തി കണ്ടെത്താത്തത് കൊണ്ട്, നീ ഇതിനെ നിസാരമായിട്ട് കരുതുന്നുണ്ട്. നമുക്കിത് സാധിക്കുന്നില്ല സഹോദരങ്ങളെ. തിരുവചനം മുമ്പ് പഠിപ്പിച്ച സഭാപ്രബോധന ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: സഭയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ലക്ഷ്യം വെച്ചിരിക്കുക പരിശുദ്ധ കുർബാനയിലൂടെ യാഥാർത്ഥ്യമാകുന്ന ദൈവ മഹത്വീകരണവും മനുഷ്യ വിശുദ്ധീകരണവുമാണ്. കാരണം മനുഷ്യ വിശുദ്ധീകരണം സാധിക്കണമെങ്കിൽ, ഈ ബലിയർപ്പണത്തിലേക്ക് വരണമെങ്കിൽ അനുരഞ്ജന കൂദാശയിലൂടെ കടക്കാതെ സാധ്യമല്ല. ഹൃദയശുദ്ധിയോടുകൂടി അല്ലാതെ കണ്ട് ഇവിടെ വന്ന് നമുക്ക് ലഭിക്കത്തില്ല. ശക്തിക്ക് പകരം ക്ഷയമായിരിക്കും നമുക്ക് സംഭവിക്കുമെന്ന് തിരുവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. കാഴ്ചവരായിട്ട് നമ്മൾ ബലി അർപ്പിക്കരുത്. ഭൂമുഖത്തിൽ ആ പുരോഹിതരിപ്പുണ്ട്, കർത്താവ് നിയോഗിച്ചിരിക്കുന്ന പുരോഹിതരിപ്പുണ്ട്. ഒരു പൈസയും മുടക്കണ്ട. നമുക്ക് വേണ്ടി ബലിയായി തീരുന്ന പുരോഹിതര്, ജീവിതം സമർപ്പിച്ചിരിക്കുന്നവര് ഇതാ നമ്മുടെ ഭൂമുഖത്തിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് കടക്കുമ്പോൾ അതുവഴി ഒന്ന് കടന്നു പോയിട്ട് അനുദമിച്ച് രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് ഇപ്പുറത്തേക്ക് കടക്കുവാണെങ്കിൽ അനുഗ്രഹം പ്രാപിക്കാതെ ആരും കൂടുന്നു പോകില്ല. കാരണം അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തിന്റെ അവകാശം അനുഗ്രഹം നമ്മളെ തരിക എന്നുള്ളതാണ്. ഈ പോകുന്നിടത്തെല്ലാം നീ ഒരു അനുഗ്രഹമായി തീരുമെന്ന് അബ്രാഹത്തിന്റെ സന്തതികളോട് കർത്താവ് വാഗ്ദാനം ചെയ്തതാണ്. ഈ പോകുന്നിടത്തെല്ലാം നീ ഒരു അനുഗ്രഹമായി മാറും. നമ്മൾ പോകുന്നിടം അനുഗ്രഹമായി മാറുന്നുണ്ടോ? ഈ അടുത്ത ദിവസം എൻ്റെ മകന് ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഞാൻ പറയും, മോനെ നീ പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്ക്. അച്ഛൻ പറഞ്ഞു തന്നു, എന്നിലൂടെ ഈ മകനിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലണം. നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ വേദനിപ്പിക്കുന്നവരിലേക്ക് കടന്നു ചെല്ലണം. അവനിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് സമാധാനം ഉണ്ടാകുക, രമ്യതയാകുക. ഹല്ലേലൂയ. കരങ്ങളൊക്കെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മാവിനെ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിൽ പരിശുദ്ധാത്മാവിന്റെ നിറവില്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമെന്നും അത് കവിഞ്ഞൊഴുകണമെന്നും, കവിഞ്ഞൊഴുകുമ്പോഴാണ് മറ്റുള്ളവർക്ക് ലഭിക്കുക. അപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ ഞാൻ ഇവർ പറഞ്ഞു കൊടുത്തു, ഇതാണ് എന്റെ അർത്ഥം. നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുക. നിറഞ്ഞു കവിയാതെ കൊണ്ട് വേറൊരു കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് ക്രിസ്തു ശിഷ്യന്മാരെ വാർത്തെടുക്കുവാൻ സാധിക്കാതെ പോകുന്നത്. നമ്മൾ ഭയവിഹരലായിട്ടിരിക്കുകയാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആരും വരത്തില്ല. കാരണം സുസ്മേര വധത്തെറ്റായിട്ട് കായനോട് ചോദിച്ച അതേ ചോദ്യം, എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? വാടിയ മുഖമായിട്ടല്ലേ നമ്മളിരിക്കുക. സന്തോഷം നമ്മുടെ പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ. കണ്ട് സന്തോഷിച്ചു, അഥവാ ഒന്ന് സന്തോഷത്തോടു കൂടി പോകുന്നവൻ മറ്റൊരു പറയും അവനും അല്ലലും അലച്ചിലും ഒന്നും ഇല്ലാത്തവനാണ്, അവന്റെ ബാധ്യതകളെല്ലാം തീർന്നതാണ്. സഹോദരങ്ങളെ, ആരുടെയും ബാധ്യതകൾ മാറുന്നില്ല, ആരുടെയും അലച്ചിലുകൾ മാറുന്നില്ല നോക്കിയാൽ. എന്നാൽ ഈ അലച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അലച്ചിലായിട്ട് തന്നെ ഇരിക്കും, എപ്പോഴും സമാധാനം ഉണ്ടാകത്തില്ല. സഹോദരങ്ങളെ, കർത്താവിന് അവനെ നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ. എങ്ങനെയാണ് അവനെ ഒന്ന് നോക്കിക്കേ. ഈ വട്ടത്തിലിരിക്കുന്നവന് ജീവനുണ്ടോ എന്ന് നോക്കിക്കേ. ഇനിയും വേറൊരു രക്ഷ വരാനില്ല. നമുക്ക് രക്ഷ വന്നു കഴിഞ്ഞു പരിശുദ്ധ കുർബാനയായിട്ട്. ഈ പരിശുദ്ധ കുർബാനയിൽ നിശബ്ദനായിട്ടിരിക്കുന്ന ദൈവം നോക്കുക. ഇന്നും നമ്മുടെ കരങ്ങളും നമ്മുടെ പുരോഹിതരുടെ കരങ്ങളില്ലാതെ, അവരുടെ ഭൂതാശവയങ്ങൾ അവർ ഉച്ചരിക്കാതെ അവന് ആകാൻ പറ്റത്തില്ല. അത്ര കണ്ട് അവൻ ശൂന്യനായിരിക്കുന്നു. ഇന്നും അവന്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് ഓർക്കണം. നമ്മൾ ദിവ്യകാരുണ്യമായിട്ട് മാറ്റപ്പെടേണ്ടവരാണ്. ഈ ദിവ്യകാരുണ്യ മിഷണറി സഭ ഈ മല്ലപ്പള്ളിയിൽ വന്നതിൻ്റെ ഏറ്റവും ഭാഗ്യം എനിക്ക് ഞാൻ ചിന്തിക്കുക. കാരണം ഞാൻ മൈലുകളോളം താണ്ടി ഞാൻ ഒരു നിശബ്ദമായിട്ട് ഇരുന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലം, ദിവ്യകാരുണ്യ ആരാധന എപ്പോഴും ഉള്ളൊരു സ്ഥലം അതിരമ്പുഴ കാരിസ്ഭവനായിരുന്നു. ഞാൻ ഒരു ദിവസം എനിക്ക് അവധി കിട്ടുന്ന സമയത്ത് ഞാൻ അവിടെ പോകും.
അവിടെ പോയി മണിക്കൂറുകളോളം ഇരിക്കും. മണിക്കൂറുകൾ താണ്ടി ഇവിടെ വരേണ്ടതുകൊണ്ട് മാത്രം പെടുക. ഞാൻ പോകുന്ന സ്ഥലത്ത്, ഞാൻ ജോലി ചെയ്ത സ്ഥലത്തൊക്കെ, പെരിന്തൽമണ്ണ ജോലി ചെയ്തപ്പോൾ അവിടെ എന്നും ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച് വിസിറ്റായി കഴിയും. ഇപ്പോഴും ഞാൻ രാവിലെ പള്ളിയിൽ പോയി, മറ്റു ഇത് പറയുകയില്ല, നമ്മളെ ആത്മപ്രശംസ നടത്തുകയില്ല, രാവിലെ പള്ളിയിൽ പോകും. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പോയി, നമ്മൾ പണ്ട് പറയുകയില്ലായിരുന്നു വിസിറ്റ കഴിയുക. ആ വിസിറ്റ ഇപ്പോഴും കഴിക്കാറുണ്ട് സഹോദരങ്ങളിൽ. ഇപ്പം ദൈവം എനിക്ക് സമയം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അന്ന് ജോലി തിരക്കുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പഴവങ്ങാടി പള്ളിക്കകത്ത് പോയിരിക്കും. 8:15 ചെല്ലുമ്പോൾ 8:15 ആകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കല്ലുപാലത്തുള്ള നമ്മുടെ വലിയ കത്തീഡ്രൽ പള്ളി, അവിടെ നിത്യാരാധന കപ്പലുണ്ട്, അവിടെ കയറിയിരിക്കും. കോട്ടയത്ത് പോവുകയാണെങ്കിൽ ഞാൻ നല്ലടേൻ പള്ളിയിൽ കയറിയിരിക്കും. കാരണം അവിടെയും നിത്യാരാധന കപ്പലുണ്ട്, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ പോയി നിശബ്ദമായിട്ടിരിക്കും. നിശബ്ദമായിട്ട് ഈ പകടത്തച്ഛനൊക്കെ ഇരിക്കുന്ന പോലെ ഇത് പറയുമ്പോൾ ഞാനിത് കണ്ടനുഭവിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവരെ കുർബാനയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്കിതെല്ലാം വെളിപ്പെടുത്തി കിട്ടും. എത്രത്തോളം എന്നെ മനുഷ്യർ വിളിച്ചിരുന്ന ഒരു ചൂടൻ ജോസഫ് എന്നായിരുന്നു. കാരണം വലിയ ദേഷ്യക്കാരനായിരുന്നു. എന്നാൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ഒരു ശൂന്യവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായി. താഴ്മയില്ലാത്ത ഹൃദയത്തിൽ കർത്താവ് വസിക്കത്തില്ല സഹോദരങ്ങളെ. പരിശുദ്ധയാമ്മ പറഞ്ഞില്ലേ, അവൻ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. നമ്മുടെ കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞതാണ്, കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കുവാനാണ് നമ്മളെ പഠിപ്പിച്ചത്. എന്താണ് പറഞ്ഞ കർത്താവ്? ഞാൻ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെ എവിടെ വരണം? എൻ്റെ അരികിൽ വരണം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അരികിൽ വരണം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ ഗുരുവിന്റെ 2 ക്വാളിറ്റീസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പറഞ്ഞത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആരാണ് നമ്മുടെ കർത്താവ്? നമ്മുടെ ഗുരു ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. ഈ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രൂപാന്തരീകരണം സംഭവിക്കുക. നമ്മളിലേക്കൊന്ന് കടന്ന് ദിവ്യകാരുണ്യമായിട്ടൊരു പരിവർത്തനം സംഭവിക്കുവാൻ നോക്കുമ്പോഴാണ് നമ്മളിലുള്ള അഹങ്കാരം, ഈ അഹങ്കാരം മാറാതെ നമുക്ക് കർത്താവിൽ നമ്മുടെ കൂടെ വസിക്കത്തില്ല. എത്ര ദിവ്യകാരുണ്യം, എത്ര കുർബാന സ്വീകരിച്ചു, അനുദപിച്ച ഹൃദയവുമായിട്ട് രമ്യതപ്പെടാതെ ഇന്നും കുമ്പസാരക്കൂടിലേക്ക് പോകുന്ന അനേകരെ എനിക്കറിയാം. ഇന്നും സഹോദരങ്ങളുമായിട്ട് സ്നേഹത്തിലല്ലാത്ത അനേകരുണ്ട്. എത്ര പറഞ്ഞാലും നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേകരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ വികാരിച്ചനോടായിരിക്കും ഞാൻ ചോദിച്ചു, ചില കേസുകൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എനിക്കതിന് റോൾ വല്ലതും ഉണ്ടോ? അതെന്താ ചോദ്യമാണ്, റോളുണ്ടോ എന്ന്? കാരണം നമുക്കൊരു റോളുണ്ട്. ക്രിസ്തുവിന്റെ ശിഷ്യനായി നമുക്ക്, നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ കേട്ടു, ആരാണ് ക്രിസ്തു? നമുക്ക് നമ്മുടെ സഹോദരനാണല്ലേ. നമ്മൾ കണ്ടു കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ സഹോദരനാണ്, നമ്മുടെ സ്നേഹിതനാണ്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹിതനായ കർത്താവ്, അവൻ ദൈവമാണെന്നുള്ള സമാനത ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങി വന്നവനാണ്. നമ്മുടെ സ്നേഹിതനായിട്ട് പാപിയെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ ബലഹീനതയെ അറിയാവുന്നവൻ, നമ്മൾ അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് മാറുക. ഹാലലുയ്യ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ. ഹാലലുയ്യ. നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുക സഹോദരങ്ങളെ. നമ്മളെ വേദനിപ്പിച്ചവരോട് അവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ് നമുക്ക് കർത്താവിന്റെ കരുണ ലഭിക്കുക. കാരണം നമുക്കിത് സാധിക്കുന്ന എപ്പോഴാണ്? നമ്മളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് എളിമയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മാപ്പ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഈശോയിൽ നിന്ന് പഠിക്കുമ്പോൾ ഇതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള. ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയിൽ നിന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസം ലഭിക്കുക. നമ്മളെ ദുഃഖിതരായിട്ടിരിക്കുന്ന അവസ്ഥ മാറും. തിരുവചനം നമ്മളോട് പറയുകയാണ്, യോബിന്റെ പുസ്തകത്തിൽ അവസാനത്തെ ഭാഗം ഒന്ന് വായിക്കാം. ഞാൻ വായിക്കാം. യോബിനെ അവഹേളിച്ചതിന്റെ തന്റെ സ്നേഹിതൻ കർത്താവ് യോബിനോട് പറയുകയാണ്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യോബ് സത്യത്തിലാണ് സംസാരിച്ചത്. കർത്താവിന്റെ വചനം പറയുകയാണ്, കർത്താവ് യോബിനോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം തേമാന്യനായ എലീഫാസിനോട് അരുളി ചെയ്തു, എന്റെ ക്രോധം നിനക്കും നിന്റെ 2 സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എന്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. അതിനാൽ ഇപ്പോൾ തന്നെ നീ ബലി അർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അതിനുശേഷം ജോബ് പറയുകയാണ്, ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു.
അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവന്റെ വീട്ടിൽ വന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിച്ചു. ഹല്ലേലൂയ. തിരസ്കരിച്ചവരെ, വേദനിപ്പിച്ചവരെ, ഒറ്റിക്കൊടുത്തവരെ, നിസ്സാരനായിട്ട് കണ്ട വ്യക്തികളൊക്കെ എന്ത് സംഭവിച്ചു? വേദനിപ്പിച്ചവരെ, യോബിനെ അവഗണിച്ചവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഐശ്വര്യം ലഭിച്ചു. തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടാം. ക്ഷമാശീലനാമെന്റെ ഈശോയെ. ആ പാട്ട് പാടിക്കൊണ്ട് പരിശുദ്ധ ബലിയിലേക്ക് നമുക്ക് ഒരുങ്ങാം. നമ്മളെ തന്നെ ഒരുക്കാം. ഈ ബലിയർപ്പണം തികഞ്ഞ തിരുവചനത്തിൽ വിശുദ്ധ നമ്മുടെ കുർബാന പുസ്തകത്തിൽ പറയുന്ന പോലെ തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ആകട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഞാൻ ജീവനുള്ള അപ്പമാകുന്നു, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ ഇന്നും മുഴങ്ങുക മാറ്റമില്ലാത്ത വചനം. അവിടുത്തെ വചനത്തിന് മാറ്റമില്ല, യേശുക്രിസ്തുവിന് മാറ്റമില്ല. ഇന്നും നമുക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഉദാസവചനം ചെയ്യുമ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒന്ന് പാടിക്കുക. ക്ഷമാശീലനാമെന്റെ യേശുവേ, ശാന്തശീലനാമെന്റെ യേശുവേ എന്നുള്ള ആ പാട്ടൊന്ന് പാടി ഒന്ന് വളരെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് പാടിക്കുക. ശാന്തശീലനാം എന്റെ യേശുവേ.